ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ലോക ലഹരി വിരുദ്ധ ദിനം ജൂൺ 26. ഈ ദിനത്തോടനുബന്ധിച്ച് സ്കൂൾ തലത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തി തയ്യാറാക്കിയ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പാർട്ട് 1 കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാണാത്തവർ പോയി കാണുക. പാർട്ട് 2. ഏത് രാജ്യത്ത് നിന്നാണ് ആൽക്കഹോൾ എന്ന പദം ഉത്ഭവിച്ചത്? അറേബ്യ. ആൽക്കഹോൾ എന്ന പദം ഉത്ഭവിച്ചത് അറേബ്യയിൽ നിന്നാണ്. കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന ഉത്തേജക വസ്തു ഏതാണ്? കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന ഉത്തേജക വസ്തു ഏതാണ്? ഉത്തരം കഫീൻ. കാപ്പിയിൽ അടങ്ങിയിരിക്കുന്നത് കഫീൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിക്കോട്ടിൻ ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത്? അഡ്രീനൽ ഗ്രന്ഥിയെയാണ് നിക്കോട്ടിൻ ബാധിക്കുന്നത്. മദ്യദുരന്തങ്ങൾക്ക് കാരണമാവുന്നത് എന്താണ്? മെഥനോൾ അല്ലെങ്കിൽ മീഥൈൽ ആൽക്കഹോൾ. മെഥനോൾ അല്ലെങ്കിൽ മീഥൈൽ ആൽക്കഹോൾ. കേരള സംസ്ഥാനത്ത് സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കപ്പെട്ട ഒരു പ്രത്യേക പ്രദേശത്തെ ആധാരമാക്കി നിർമ്മിച്ച സിനിമ ഏതാണ്? ഉത്തരം അയ്യപ്പനും കോശിയും. അയ്യപ്പനും കോശിയും. കൊലയാളി മരുന്ന് എന്നറിയപ്പെടുന്ന മയക്കുമരുന്ന് ഏതാണ്? ബ്രൗൺ ഷുഗറാണ്. കൊലയാളി മരുന്ന് എന്നറിയപ്പെടുന്ന മയക്കുമരുന്ന് ബ്രൗൺ ഷുഗർ. മദ്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ദുർഭൂതമേ, നിന്നെ വിളിക്കാൻ മറ്റു പേരുകളില്ലെങ്കിൽ ഞാൻ നിന്നെ ചെകുത്താൻ എന്ന് വിളിക്കും എന്ന് പറഞ്ഞത് ആരുടെ വാക്കുകളാണ്? വില്യം ഷേക്സ്പിയർ. വില്യം ഷേക്സ്പിയറിൻ്റെ വാക്കുകളാണിവ. അടുത്തത്, പുകയില്ലാത്ത 21-ാം നൂറ്റാണ്ട് എന്ന ലക്ഷ്യം ഏത് സംഘടനയുടേതാണ്? പുകയില്ലാത്ത 21-ാം നൂറ്റാണ്ട് എന്ന ലക്ഷ്യം ഏത് സംഘടനയുടേതാണ്? ലോകാരോഗ്യ സംഘടന. ലോകാരോഗ്യ സംഘടന. WHO എന്നും എഴുതാം കേട്ടോ. ലോകാരോഗ്യ സംഘടന എന്നോ WHO എന്നും എഴുതാം. പുകയില ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഏത് രാജ്യക്കാരാണ്? പുകയില ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ് കേട്ടോ. പുകയില ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാർ. പുകയിലയുടെ ജന്മദേശം ഏതാണ്? ജന്മദേശം തെക്കേ അമേരിക്കയാണ്. എന്നാൽ ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. കേരളത്തിൽ ചാരായ നിരോധനം നടപ്പിലാക്കിയത് എന്നാണ്? 1996 ഏപ്രിൽ 1-നാണ് ചാരായം നിരോധിച്ചത്. തേയിലയുടെ ജന്മദേശം ഏതാണ്? തേയിലയുടെ ജന്മദേശം നമ്മളുടെ ഇന്ത്യയാണ് കേട്ടോ. തേയിലയുടെ ജന്മദേശം ഇന്ത്യയാണ്. അമിത മദ്യപാനം ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? കരൾ. അമിത മദ്യപാനം ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? കരളാണ്. ലോക മദ്യവർജന ദിനം എന്നാണ്? ഒക്ടോബർ 3-നാണ് കേട്ടോ. ലോക മദ്യവർജന ദിനം ഒക്ടോബർ 3. മദ്യം തലച്ചോറിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? സെറിബെല്ലം. മദ്യം തലച്ചോറിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? സെറിബെല്ലം. അമിത മദ്യപാനം മൂലം കരളിനെ ബാധിക്കുന്ന രോഗം ഏതാണ്? സീറോസിസ് ആണ്. അമിത മദ്യപാനം മൂലം കരളിനെ ബാധിക്കുന്ന രോഗം ഏതാണ്? സീറോസിസ്. ടിപ്പു സുൽത്താൻ മദ്യം നിരോധിച്ച വർഷം ഏത്? 1787-ലാണ് ടിപ്പു സുൽത്താൻ മദ്യം നിരോധിച്ചത്. കേരളത്തിൽ പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ച വർഷം ഏതാണ്? 1999-ലാണ്. കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത ഗ്രാമം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത ഗ്രാമം ഏതാണ്? ഉത്തരം കൂളിമാടാണ്. കൂളിമാട് കോഴിക്കോട് ജില്ലയിലെ കൂളിമാടാണ് കേട്ടോ.
അടുത്ത ചോദ്യം, മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ഇത് ആരുടെ വാക്കുകളാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളാണ്. ഹലോ പ്രിയ കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ഏത് ജില്ലക്കാരാണ്, ഏത് സ്കൂളാണ് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തെടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും ദിനാചരണ ക്വിസ് വീഡിയോസ് നമ്മുടെ ചാനലിൽ ലഭിക്കുന്നതാണ്.